പാലക്കാട് താരേക്കാട് ഫ്ലൈ ഓവറിന് സമീപം ഫ്രൂട്ട്സ് ട്രൈ ഗോഡൌണിൽ അഗ്നിബാധ. ചപ്പ് ചവറുകൾക്ക് തീപിടിച്ച് ആളിക്കത്തുകയായിരുന്നു. സമീപത്തെ ഫ്ളാറ്റിലേക്ക് ഉൾപ്പെടെ തീ പടർന്നെങ്കിലും അഗ്നിശമന സേനയും നാട്ടുകാരും അതിവേഗമെത്തി തീയണച്ചതോടെ വലിയ അപകടം ഒഴിവായി. എന്താണ് അപകട കാരണമെന്ന് വിശദമായി അന്വേഷിക്കുകയാണ് അഗ്നിശമന സേന. ഇന്ന് രാവിലെ 11:30 പാലക്കാട് താരേക്കാട് ഫ്ലൈ ഓവറിന് താഴെയുള്ള ഫ്രൂട്ട്സ് ട്രേ ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. വൈക്കോലിൽ നിന്നും ചപ്പ് ചവറുകളിൽ നിന്നുമായി ഉയർന്ന തീ അതിവേഗം ഫ്ളാറ്റിലേക്കുൾപ്പെടെ പടരുകയായിരുന്നു. പ്രദേശത്ത് കളിക്കുകയായിരുന്ന വിദ്യാർത്ഥികളാണ് ആദ്യം തീ കണ്ടത്. തുടർന്ന് നാട്ടുകാരെയും അഗ്നിശമന സേനയെയും വിവരമറിയിക്കുകയായിരുന്നു. അവിടെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഡ്രൈയിൽ പേപ്പറും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ചിലപ്പോൾ അതുകൊണ്ട് കത്താനും ചാൻസ് ഉണ്ട്. പിന്നെ എപ്പോഴും പാലത്തിൻ്റെ അടിയിൽ ആൾക്കാരുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ പരിസരവാസികളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പതുക്കെ കത്തിയതാണ്. അവർ വരുമ്പോഴേക്കും തന്നെ സ്പീഡായി. ഞങ്ങളവിടെ ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നു. എന്നിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിറച്ച് പോക. അപ്പം ഞങ്ങളെല്ലാവരും കൂടി വന്ന് നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ കത്തിയിരിക്കും. അഗ്നിശമന സേനയുടെ 2 യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്നാൽ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ഉൾപ്പെടെ കരി പടർന്നു. കൂടാതെ ഫ്ളാറ്റിൽ നിർത്തിയിട്ട കാറിനും കേടുപാട് സംഭവിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി അന്വേഷിക്കുമെന്ന് അഗ്നിശമന സേന പറഞ്ഞു. നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു ഫ്രൂട്ട്സിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ടയർ എല്ലാം ഇവിടെ കൂട്ടിയിട്ടതിന് തീ പിടിച്ചതായിരുന്നു. വളരെ വലിയ ഫയറായിരുന്നു. നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തൊരു ഫയർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഫസ്റ്റ് വണ്ടി അപ്രോച്ച് ചെയ്തത്. അതിനുശേഷം നമ്മൾ പാലക്കാട് സ്റ്റേഷനിൽ നിന്ന് തന്നെ 2 യൂണിറ്റ് കൂടി, അങ്ങനെ ടോട്ടൽ 3 യൂണിറ്റ് എത്തിച്ചു. ഫയർ പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് അതുപോലെ തന്നെ കാണാവുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പുറത്ത് തന്നെ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. അവിടേക്കൊന്നും തീ പടരാതെ സൂക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തീൻ്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമായിട്ടില്ല. നമ്മൾ അത് കൂടുതൽ ഇതാക്കിയാലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ചൂടുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നഗരമധ്യത്തിൽ ധാരാളം വീടുകൾ ഉൾപ്പെടെയുള്ള മേഖലയിലാണ് തീപിടുത്തം ഉണ്ടായത്. ജില്ലയിൽ ദിവസവും 40 ഡിഗ്രിയിലേറെ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് തീപിടുത്തം എന്നതും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ജനം, പാലക്കാട്.